ഞങ്ങളിപ്പോ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയ്ക്കുള്ള സീറോ ലാൻഡ് അല്ലേ, ആരുടെയും അല്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. ക്യാമറാമാൻ നിൽക്കുന്നത് ഇന്ത്യയിലും ഞങ്ങളുടെ പുറകിൽ പാകിസ്ഥാനുമാണ്. നമ്മൾ പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ പാകിസ്ഥാനിലേക്കുള്ള വീഡിയോ അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അത് പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും ചാനലിൽ കാണും. ബൈച്ചേട്ടന്റെ ചാനലിലും ഉണ്ടാവും, എന്റെ ചാനലിലും ഉണ്ടാവും. ഞാൻ സത്യത്തിൽ രാവിലെ സുജിത്ത് വന്നപ്പോൾ പറഞ്ഞു, സുജിത്തിന്റെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ സുജിത്ത് പറഞ്ഞല്ല, ചേട്ടനും കൂടെ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ബൈജു എന്നായർ എന്ന് പറഞ്ഞ എന്റെ ഒരു പാവപ്പെട്ട യൂട്യൂബ് ചാനലിൽ കാണുന്ന ആളില്ല. ക്യാമറമാന്റെ കൈ വിറക്കരുത്, കാരണം അത്ര തണുപ്പാണ് ഇവിടെ. ഞാനിപ്പോൾ ഇവിടെ എയർപോർട്ടിലെ ലോഞ്ചിലാണ് ഇരിക്കുന്നത്. ലോഞ്ചിലിരുന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച ഉണ്ടോ? നമുക്ക് വിമാനങ്ങളൊക്കെ റെഡിയായി നിൽക്കുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് 8 മണിക്കാണ്. ഫ്ലൈറ്റ് വിസ്താര ഫ്ലൈറ്റിലാണ് ഡൽഹിക്ക് പോകുന്നത്. 8 മണിക്കത്തെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ 9, 10, 11, 11:15 കൂടി ഡൽഹി എത്തും. അവിടെ നിന്ന് പിന്നെ രാവിലെ 5 മണിക്കാണ് എൻ്റെ അടുത്ത ഫ്ലൈറ്റ്. അത് ഇൻഡിഗോ ഫ്ലൈറ്റാണ്. അപ്പോൾ ഡൽഹിയിലൊരു ഓവർ നൈറ്റ് ടെർമിനൽ 3 തന്നെ ഞാൻ സ്റ്റേ ചെയ്യണം. സെയിം ടെർമിനലിൽ നിന്ന് തന്നെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ളത്, ലോഞ്ചിൽ കയറാൻ പറ്റുമോ, അത്രയും നേരത്തെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്നൊക്കെ എനിക്കറിയില്ല. നോക്കണം, അവിടെ ചെന്നറിയണം. അപ്പോൾ എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ഫ്ലൈറ്റ് ടൈം. നമ്മുടെ വിസ്താര വന്നിട്ടുണ്ട്, ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്, വണ്ടി വന്നിട്ടുണ്ട്, ആൾക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ ഫ്ലൈറ്റ് കയറി നമ്മുടെ ഡൽഹി യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. 14 ആണ് എൻ്റെ സീറ്റ് വിസ്താര. ഫ്ലൈറ്റ് ഫുള്ളാണെന്ന് തോന്നുന്നു, നിറച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഡിപ്പാർച്ചറിന് വേണ്ടി റെഡിയായി നിൽക്കുന്നു. രാത്രി സമയങ്ങളിൽ കൊച്ചിയിൽ നല്ല തിരക്കാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സ് ഉണ്ടല്ലോ, പകൽ സമയത്ത് അടച്ചിട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇവിടെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു സീ സിക്നസ് ബാഗ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് വിസ്താര വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മുടെ ലാപ്ടോപ്പും ടാബും ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ ഇവരുടെ വൈഫൈ ഉണ്ട്. ഇതിനകത്ത് പാട്ട്, സിനിമ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ ഫുഡ് കാണുമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ എല്ലാ ഫ്ലൈറ്റിലും ഉള്ള പോലെ ഭംഗിയേറിയ ഒരു വിസ്താരയുടെ ഒരു മാഗസിൻ ഉണ്ട്. ഡൽഹി യാത്രയ്ക്കൊക്കെ പറയുമ്പോൾ 3 മണിക്കൂർ യാത്ര ചെയ്ത് വായിച്ച് സമയം കളയാം. ഈ വിസ്താരയുടെ ഫ്ലൈറ്റ്സ് നോർമലി ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് മറ്റ് ഓൺലൈൻ വെബ്സൈറ്റുകളെക്കാട്ടി റേറ്റ് കുറവാണ്, അല്ലെങ്കിൽ ആ ഒരു സെയിം പ്രൈസ് തന്നെ ഉള്ളൂ. നമുക്ക് മൈൽസ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പോയിൻറ്റ്സ് കിട്ടും. നമുക്ക് ഓരോ റിവാർഡ് പോയിൻറ്റ്സ് കിട്ടും വെബ്സൈറ്റിൽ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ. അത് നമുക്ക് പിന്നീട് റിഡീം ചെയ്യാനും മറ്റൊക്കെ സാധിക്കും. ഞാൻ സാറിന് അങ്ങനെയാണ് വിസ്താരയുടെ ടിക്കറ്റ് എടുക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിൽ കുറച്ച് കിട്ടും, പക്ഷേ ഇത് എനിക്ക് ദുബായ് പീപ്പിളൊക്കെ കാണിച്ച സെയിം പ്രൈസിന് തന്നെയാണ് എനിക്ക് വേറെ സൈറ്റിൽ നിന്ന് കിട്ടിയത്. അഡീഷണൽ ചാർജസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫ്ലൈറ്റ് വിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്ക് നല്ല ചൂട് ഫുഡ് കൊണ്ട് തന്നിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് നോക്കും. നല്ല ചോറിനൊപ്പം ഇത് ഗ്രീൻ പീസിൻ്റെയാണ്. ഗ്രീൻ പീസിൻ്റെ ഒരു കറിയാണ്. പിന്നെ ഇത് ചിക്കൻ കറിയാണ് നോൺ വെജിൽ. പിന്നെ ഒരു ബണ്ണ്, ഒരു കേക്കിൻ്റെ കഷ്ണം, പിന്നെ അത് ബണ്ണിനൊപ്പം കഴിക്കാൻ വേണ്ടി ബട്ടർ, പിന്നെ ചായ കാപ്പിയോ കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ്. ഇവർ പണ്ട് കുപ്പിയാണ് തന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഗ്ലാസ്സിലാക്കി വെള്ളം. കോസ്റ്റ് കട്ടിങ് ആയിരിക്കും. സ്പൂണും മറ്റ് സംഭവങ്ങളും ഉണ്ട്. ക്രീമറുണ്ട് ചായ കുടിക്കാനായിട്ട്. നല്ല ചൂട്. ചിക്കൻ കറി കൊള്ളാം. ഗ്രീൻ പീസിൻ്റെ കറി കൊള്ളൂല. ഇത് പാലക്കിൻ്റെ കറിയാണ്. എനിക്ക് പാലക്ക് അത്ര ഇഷ്ടമല്ല. ചിക്കൻ കറി കൊള്ളാം. പൈലറ്റിന് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ 36,000 അടി ഉയരത്തിലാണ് കടൽ നിരപ്പിൽ നിന്നും. ആ 36,000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഡിന്നർ കഴിച്ചത്. ഫ്ലൈറ്റ് പോകുന്ന റൂട്ടൊക്കെ പറഞ്ഞു പൈലറ്റ്. നമ്മൾ തമിഴ്നാട്ടിൽ കയറി, തമിഴ്നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൻ്റെ മുകളിൽ കൂടി ഇപ്പം ഹൈദരാബാദിൻ്റെ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ആ തെലങ്കാന വഴി മഹാരാഷ്ട്രയിൽ കയറും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -44 ആണ്. -44 ഡിഗ്രി സെൽഷ്യസ്. ഈ ഗ്ലാസ് തൊടുമ്പോൾ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യും. അകത്ത് നമ്മളുടെ കംഫർട്ടിന് വേണ്ടി ഏകദേശം 24 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 850 km/h സ്പീഡിലാണ് ഈ വിമാനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എയർബസിൻ്റെ A320 നിയോ എന്ന് പറഞ്ഞ മോഡൽ ഫ്ലൈറ്റാണ്. അത് പുതിയ ഫ്ലൈറ്റാണിത്. എനിക്ക് തോന്നുന്നു ബ്രാൻഡ് ന്യൂ ഫ്ലൈറ്റാണ്. ഇപ്പം ഇന്നോ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ ഇറക്കിയ ഒരു ബ്രാൻഡ് ന്യൂ ഫ്ലൈറ്റാണിത്. അപ്പോൾ അത് കാണാനുണ്ട്. അകത്ത് പുതിയ ഫ്ലൈറ്റിൻ്റെ ഒരു വൃത്തിയും വെടിപ്പും എല്ലാം കാണാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ പൈലറ്റ് പറഞ്ഞു. ഇനിയിപ്പം എല്ലാവരും ഉറയ്ക്കും, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ തലസ്ഥാന നഗരം ഡൽഹി എത്തിയിരിക്കുകയാണ്. അയ്യോ, പുറത്ത് നല്ല മൂടി നിൽപ്പുണ്ട്. നല്ല തണുപ്പായിരിക്കും. എന്തായാലും എല്ലാവരും ഇറങ്ങി ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവസാനം ഇറങ്ങിയാൽ മതി. എന്തുകൊണ്ടാണ്? നമുക്കിഷ്ടംപോലെ സമയമുണ്ട് എയർപോർട്ടിലുണ്ട്. ഞാനിത് എയർപോർട്ടിൽ തന്നെ ഇരിക്കണം, വേറെ പോകാൻ.
ഞാൻ ഇറങ്ങി വീണ്ടും കയറി. അപ്പോൾ വീണ്ടും കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ഇത്ര നേരത്തെ ആയതുകൊണ്ട് നമുക്ക് കൗണ്ടറിൽ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. പകരം നമുക്കിവിടെ സെൽഫ് ചെക്ക് ഇൻ സംഭവമുണ്ട് ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സിന് വേണ്ടി. അപ്പോൾ നമുക്കിവിടെ സ്പൈസ് ജെറ്റും വിസ്താരം മാത്രമേ ഇതിനകത്ത് കാണിക്കത്തുള്ളൂ. നോക്കിയപ്പോഴത്തേക്കിനും ഇൻഡിഗോ കാണിക്കുന്നില്ല. ഇൻഡിഗോയ്ക്ക് പറ്റുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല, നോക്കാം. അപ്പോൾ ഇവിടെ വേറൊരു കയോസ്കിൽ വന്നപ്പോഴത്തേക്കിനും ഇൻഡിഗോ കണ്ടു. നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, എൻ്റെത് കിട്ടി. സീറ്റൊക്കെ ഓൾറെഡി സെലക്റ്റഡ് ആയിരുന്നു 4A. എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓക്കെ കൊടുക്കണം. അപ്പോൾ എൻ്റെ ബോർഡിംഗ് പാസ് എന്തായാലും ഇപ്പോൾ പ്രിൻ്റ് അടിക്കുന്നു, ഇപ്പോൾ കിട്ടും. അതേ വന്നു, അടിപൊളി. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. അപ്പോൾ ഇത്ര നേരത്തെ ആയത് ഗേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഏരിയയിൽ കയറിയിട്ട് നമുക്ക് ലോഞ്ചിൽ കയറി ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇത്ര നേരത്തെ ലോഞ്ചിൽ കയറ്റി ഇരുത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ലോഞ്ചിൽ കയറി ഒരു 3 മണിക്കൂറിന് ഉറങ്ങി. ഞാൻ ഷൂട്ട് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല. ഐ വാസ് വെരി ടയേർഡ്. ഇപ്പം ലോഞ്ചിൻ്റെ തന്നെ ബാത്റൂമിൽ കയറിയിട്ടൊന്ന് ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി. ഇപ്പം സമയം വെളുപ്പിന് 4:30 എൻ്റെ ബോർഡിങ് തുടങ്ങാനായിട്ട് പോവാണ്. ഇവിടെയുള്ള പ്ലാസ പ്രീമിയം ലോഞ്ചിലാണ് ഞാൻ ഇരുന്നത്. പ്ലാസ പ്രീമിയം ലോഞ്ചിൽ നമ്മൾ ഇൻ്റർനാഷണലി പോകുമ്പോഴത്തേക്കിനും പ്രയോറിറ്റി പാസ് വെച്ചിട്ട് നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടൂലേ. അതേപോലെ തന്നെ വിസ മാസ്റ്റർ കാർഡ് ഉള്ളവർക്ക് ഒരു ചെറിയൊരു പേയ്മെൻറ്റിൽ, അതായത് 2 രൂപ അല്ലെങ്കിൽ 25 റുപ്പീസ് പേയ്മെൻറ്റ് കൺഫേം ചെയ്തിട്ട് നമുക്ക് ഒരു ലോഞ്ച് ആക്സസ് കിട്ടും. അത് കോംപ്ലിമെൻ്ററി ആണ് കൈൻഡ് ഓഫ്. അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഷവർ റൂം ഉണ്ടായിരുന്നു, പക്ഷേ അതിനകത്തെ ഷവർ റൂം ഫുള്ളായിരുന്നു. നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അതിനും പേയ്മെൻറ്റ് കൊടുക്കണം. 700 രൂപ ഏതാണ്ട് കുളിക്കാനായിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, അപ്പോൾ അതിൽ കയറിയിട്ടാണ് ഫ്രഷ് ആയത്. അപ്പോൾ ഇപ്പോൾ സമയം 4:15 കഴിഞ്ഞ് 4:30 ആവുന്നു. എൻ്റെ ബോർഡിങ് അവിടെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും 4:50-ക്ക്. സോ നമുക്ക് താഴേക്ക് പോകണം. ടെർമിനൽ 3-ൽ ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കും ഉണ്ട്. നമ്മൾ ശരിക്കും ഇന്നലെ വിസ്താരയ്ക്ക് വന്നത് ടെർമിനൽ 3-ലേക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുന്നവർ സെയിം ടെർമിനൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പുറത്തിറങ്ങിയിട്ട് ഓടേണ്ടി വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ടെർമിനൽ നോക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പോകും. നമ്മൾ 6:30 ആകുമ്പോഴത്തേക്കിനും അമൃത്സർ എത്തും. അമൃത്സറിൽ ബൈച്ചേട്ടൻ വരും. 37A ആണ് അമൃത്സർ ഫ്ലൈറ്റ്. എൻ്റെത് 5:35 മാറ്റിയിട്ടുണ്ട്. 5:15 വിടേണ്ടത്. ഒരു 15 മിനിറ്റ് ഡിലേ ആയിട്ടുണ്ട്. നമുക്കിനി 37A എന്ന് പറഞ്ഞ ഗേറ്റ് നോക്കിപ്പോവാം. ഞാനിപ്പോൾ വളരെ പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ എക്സ്പെൻസീവായിട്ട് യാത്ര ചെയ്യുന്നത്. ഡൽഹിയിലേക്ക് ഫ്ലൈറ്റും അതേപോലെ തന്നെ അമൃത്സറിലേക്ക് ഫ്ലൈറ്റും തിരിച്ചും എല്ലാം കൂടെ 10-25,000 രൂപയ്ക്ക് എക്സ്പെൻസ് വന്നു. നിങ്ങൾക്ക് വളരെ അഫോർഡബിളായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിലേക്ക് ട്രെയിനിന് പോയിട്ട് ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് വീണ്ടും ട്രെയിൻ കിട്ടും. ചിലപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ അമൃത്സറിലേക്ക് ട്രെയിൻ കിട്ടും. അമൃത്സറിൽ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡെമു കിട്ടും വളരെ ചീപ്പായിട്ട്. നമുക്ക് ദേരാ ബാബ നാമക് എന്ന് പറഞ്ഞിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് ബോർഡറിനടുത്ത്, അവിടേക്ക് തന്നെ ട്രെയിൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ അമൃത്സറിൽ 40 കിലോമീറ്ററേ ഉള്ളൂ ഈ ബോർഡറിലേക്ക്. ദേരാ ബാബ നാനക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും, വളരെ അഫോർഡബിളായിട്ട് പോകാൻ സാധിക്കും. പിന്നെ ബാക്കി വിവരങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. അയ്യോ, ആളുകളൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന കാഴ്ച കണ്ടോ നമുക്ക്. അങ്ങനെ ബോർഡിങ് തുടങ്ങി. നമ്മുടെ ഫ്ലൈറ്റ് ഒരു 10 മിനിറ്റ് ഡിലേ ആണ്. അപ്പോൾ കൂടുതലും സിഖുകാരാണ് നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നതും. ശരിക്കും രാവിലെ ഡൽഹിയിൽ നിന്ന് പോയിട്ട് അമൃത്സർ ഇറങ്ങിയിട്ട് ഇവിടെ പോയിട്ട് വൈകിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് വരാവുന്നൊരു കേസേ ഉള്ളൂ. ഞാൻ നമ്മൾ ഫ്ലൈറ്റിൽ കയറി, സീറ്റ് കിട്ടി. 4A ആയിരുന്നു എൻ്റെ സീറ്റ്. വിസ്താര ഫ്ലൈറ്റ് വരും തമ്മിൽ നമ്മുടെ വോൾവോയും ടാറ്റയുടെ ബസ്സും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത്രയ്ക്ക് ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് കാണാം. ഇൻഡിഗോ ഒക്കെ പണ്ട് നല്ലതായിരുന്നു, ഇപ്പം വളരെ അത്രയ്ക്കും കൂടെ ഓക്കെ ആവുന്നില്ല. അപ്പോൾ നമ്മളിനിയിപ്പോൾ 1 മണിക്കൂർ ഫ്ലൈ ഉണ്ട് അമൃത്സറിലേക്ക്. അപ്പോൾ നമ്മളിപ്പം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും അമൃത്സറിലെത്തും. ബൈച്ചേട്ടന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ബൈച്ചേട്ടൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം അവിടെ ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ നിന്നും പുള്ളി അതൊരു വണ്ടിയുടെ റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് വണ്ടി എടുത്തുകൊണ്ടാണ് അമൃത്സറിൽ പോയിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും അമൃത്സറിലേക്ക് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിലേക്ക് ആ വണ്ടിയിലായിരിക്കും വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അമൃത്സർ യാത്ര ആദ്യമായിട്ടാണ് ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിൻഷ്യയിലാണ് അമൃത്സർ ഇരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിൻഷ്യയിലേക്കാണ് നമ്മൾ പോകുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ഒരു കോംബോ ആണ്, ചിക്കൻ ടിക്ക സാൻഡ്വിച്ചും മിക്സഡ് ഫ്രൂട്ട് ജ്യൂസും കൂടി. ഇതാണ് സാൻഡ്വിച്ച്, 2 പീസസ് സാൻഡ്വിച്ച് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇൻഡിഗോയുടെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തത് ഗോയിബിബ ആപ്പ് വഴിയാണ്. അതിനകത്ത് മീൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ഓഫർ ഉണ്ടായിരുന്നു.
സീറ്റും മീലും കൂടെ 50% ഓഫിൽ ഡിസ്കൗണ്ടിൽ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻഡിഗോയുടെ വെബ്സൈറ്റിലും റേറ്റ് കുറച്ചിട്ടാണ് വിവോ അപ്പോഴേ കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ഇരിക്കും. അങ്ങനെ രാവിലെ 7 മണിയായി നമ്മൾ അമൃത്സറിലെത്തിയപ്പോഴത്തേക്കിനും. നേരം വെളുത്തിട്ടില്ല, നല്ല തണുപ്പുണ്ട്. 10 ഡിഗ്രി സെൽഷ്യസ് താഴെ എന്തോ ആണ് ഇവിടുത്തെ തണുപ്പ്. റൺവേ ഇറങ്ങിയിട്ട് കുറേ നേരം വണ്ടി ഓടിയിട്ടാണ് ഇവിടെ എത്തുന്നത്. ശ്രീ ഗുരുരാം ദാസ്ജി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇവിടുത്തെ എയർപോർട്ടിൻ്റെ പേര്. ഈ ബസ്സിൽ കയറി വേണം പോകാനായിട്ട്. ഗുരുരാം ദാസ്ജി ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ വന്ന ഫ്ലൈറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ കാലാവസ്ഥ. നോക്കിയാൽ 4 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഉച്ചയാകുമ്പോഴത്തേക്കിനും 18 വരെയൊക്കെ പോകത്തേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, തണുത്തിട്ട് വയ്യ. 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ കാലാവസ്ഥ. തണുത്തിട്ട് വയ്യ കേട്ടോ. ഇത് വേണ്ട. ഇപ്പോൾ നമ്മൾ ബൈച്ചേട്ടൻ വണ്ടിയിൽ ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. എവിടെ വരും എന്നെനിക്കറിയില്ല. ഒരു എസ്ക്രോസ് ആണ് അവർ. എസ്ക്രോസിൽ അവരിവിടെ വരും. തണുത്തിട്ട് വയ്യ. ഇറങ്ങി വണ്ടി ഇറങ്ങാൻ ഒതുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. വണ്ടി പുറകിലുണ്ട്. എൻ്റെ പൊന്നൂ, തണുത്തിട്ട് വയ്യേ. അയ്യോ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അപ്പൊ വൈചേട്ടൻ, ഇത് നമ്മുടെ സുഹൃത്ത് അനൂപ് ടെക്നോളജിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ കഴിഞ്ഞ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. നമസ്കാരം. ഈ വണ്ടി എവിടെ ഒപ്പിച്ച്? ഇത് നമ്മൾ മാരുതി തന്നതാ. ഡൽഹിയിൽ വന്നിട്ട് അത് ഓടിച്ചിങ്ങ് പോന്നു. അപ്പൊ ഞങ്ങൾ ഇന്നലെ വൈകിട്ടെത്തി. എന്നിട്ട് ഇന്നലെ അമൃത്സറിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് രാവിലെ എഴുന്നേറ്റ് പോകുന്നെനിക്ക് ഒരു രക്ഷയില്ലാത്ത തണുപ്പാട്ടോ. ഇപ്പൊ മണി 7:15. പുറത്ത് വെളിച്ചം പോലും വീണിട്ടില്ല. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട് ബോർഡറിലേക്ക്. 50 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോ ചെക്കൗട്ട് ചെയ്തില്ല. നിങ്ങൾക്ക് വല്ല ജസ്റ്റ് ഫ്രഷ് ആകുമല്ലോ വേണമെങ്കിൽ, കാരണം പോകുന്ന വഴിയാ ഹോട്ടല്. ആണല്ലേ? അടിപൊളി. ഒന്ന് കയറി ഫ്രഷ് ആയിട്ടങ്ങ് പോയേക്കാം. വെരി ഗുഡ്. തന്നെ നേരം വെളുക്കാതെ പാകിസ്ഥാനിൽ കയറ്റുമോ എന്ന് അറിയാൻ. 10 മണി വരെ കയറാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 10 മണി വരെ എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ആർക്കും ഇതിനെ വലിയ ധാരണയില്ല. നമ്മൾ ഹോട്ടലിലെ റിസപ്ഷനിൽ ചോദിച്ചിട്ട് പുള്ളിക്കൊക്കെ ഇവിടെ താമസിച്ച ഒരു സ്ത്രീ ഇവിടുന്ന് 10 മണിക്കാ പോയതെന്നൊക്കെ പറയുന്ന. അല്ലാതെ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഉടനെ പോവാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. കാരണം പാകിസ്ഥാനിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിലും തന്നെയല്ല നമ്മളെ അപായപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായില്ല. അതെ. അപ്പൊ നമ്മള് പാകിസ്ഥാനിൽ ഇവിടുന്ന് പോകുന്നത് ആ ബോർഡർ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് ദേരാ ബാബക് നാമക് അല്ലേ? അല്ലല്ല, ഗുരുദാസ്പൂറിലെ റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് മറ്റേ ടെർമിനൽ, പാസഞ്ചർ ടെർമിനൽ ദേരാ ബാബ നാനക് എന്ന് പറഞ്ഞിട്ട്. പാകിസ്ഥാനിലെ നാരോവൽ ഡിസ്ട്രിക്റ്റിലുള്ള, അതായത് നമ്മളുടെ ഇവിടുത്തെ പഞ്ചാബ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിൻസിലാണ് ആ നാരോവൽ ഡിസ്ട്രിക്റ്റ് വരുന്നത്. അവിടെയുള്ള കർത്താർപൂർ സാഹിബ് ഗുരുദ്വാരയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഗുരുദ്വാരയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗുരുദ്വാര എന്നറിയപ്പെടുന്നു. അത് മാത്രമല്ല 550 വർഷത്തോളം പഴക്കമുള്ള ഗുരുദ്വാര. നമ്മുടെ സിഖ് മതത്തിന്റെ സ്ഥാപകനായ നമ്മുടെ ഗുരു നാനാക്ക് ദേവ് സ്ഥാപിച്ച ഗുരുദ്വാരയാണെന്നാണ് പറയപ്പെടുന്നതല്ലാണ്. അദ്ദേഹത്തിന്റെ ജീവിതാവസാനം 18 വർഷം ഈ ഗുരുദ്വാരയിലാണ് കഴിച്ചുകൂട്ടിയത്. അദ്ദേഹത്തിന്റെ ആ ഒരു അന്ത്യവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ ഗുരുദ്വാരയിലായിരുന്നു. അപ്പോൾ ഇന്ത്യ വിഭജനം നടക്കുന്ന സമയത്ത് ഈ രവി നദിയാണ് ഈ ബോർഡർ വരുന്നത്. ഈ രവി നദിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഈ ഗുരുദ്വാര നിലനിൽക്കുന്നത്. അപ്പോൾ ഈ രവി നദിയുടെ അപ്പുറത്തെ ഭാഗം, ഈ ഗുരുദ്വാര ഉൾപ്പെടുന്ന ഈ ഭാഗം പാകിസ്ഥാനിലാവുകയും ബാക്കിയുള്ള സ്ഥലം ഇന്ത്യയിലാവുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും നാൾ, അതായത് കഴിഞ്ഞ വർഷം 2019 നവംബർ മാസത്തിലാണ് ഈ ഗുരുദ്വാര ഇന്ത്യയിലെ ആളുകൾക്ക് അവിടെ പോയി വളരെ എളുപ്പത്തിൽ സന്ദർശിച്ച് മടങ്ങാവുന്ന തരത്തിൽ ഒരു സൗഹൃദ ഇടനാഴി ഓപ്പൺ ആയത്. നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ഇമ്രാൻഖാനും കൂടെ ചേർന്ന് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിന് മുൻപ് വരെ നമ്മുടെ ഇവിടെയുള്ള സിഖ് മതത്തിൽപ്പെട്ട ആളുകൾ ഇതിൻ്റെ ബോർഡറിൽ പോയിട്ട് അവിടുത്തെ BSFകാർ ഒരുക്കിയ ആ ഒരു ബൈനോക്കുലർ വെച്ചിട്ടാണ് അവിടെ പോയി നിന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ലാഹോർ വഴി ഏകദേശം 150 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി പോകേണ്ട ഒരു വലിയൊരു കടമ്പയും കൂടിയായിരുന്നു. അപ്പോൾ ഇപ്പം തുടങ്ങിയ സമയത്ത് സിഖുകാർക്ക് മാത്രമായിരുന്നു പ്രവേശനം. പക്ഷേ ഇപ്പോൾ ചില അവസരങ്ങളിൽ, ചില ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സമയങ്ങളിലും ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കും
ഇവിടെ പോകാം. സിഖുകാർക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല, ID കാർഡ് മതി. പക്ഷേ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണം. നമ്മൾ പാസ്പോർട്ടിൽ വിസ ഒന്നും സ്റ്റാമ്പ് ചെയ്യില്ല, എല്ലാം എൻട്രി പെർമിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് വിവരങ്ങൾ. ബാക്കി വിവരങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ പോകുന്നു, ഫ്രഷ് ആവുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മുടെ ഈ ഗുരുദാസ്പൂർ അല്ലേ, ഗുരുദാസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. ഓ ഇതാണല്ലേ ഖാനാസൂത്ര. ഇവർ മിന്റ് ഹോട്ടൽസ്, ഹോട്ടൽ പാർക്ക് മാപ്പിളിലാണ് ഇവർ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഫ്രഷ് ആവാം. ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പോകും. ഇവിടെ എത്ര രൂപ ഈ റൂമിന്? ഇവിടെ 2000 രൂപ. ആണോ, നേരിട്ട് എടുത്താണോ അതോ? അല്ലല്ല, നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വന്നാ. ആണല്ലേ, അടിപൊളി റൂമാണല്ല. ആ കൊള്ളാം. റൂമിൽ എന്നാ ചൂട്. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം. റൂമിന്റെ ജനലൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഒന്നും കാണുന്നില്ല. ഇതൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ തുടച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാം. അതുപോലെ തണുപ്പ് കേട്ടോ. ആ ഈ നോർത്ത് ഇന്ത്യയിലെ ശൈത്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം കേട്ടോ. ഇത് കണ്ടോ, 4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴത്തേക്കിനും ഉണ്ടായിരുന്ന തണുപ്പ്. ഇങ്ങോട്ട് റൂമിലേക്ക് വരുന്ന വഴിക്ക് റോഡിലൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. കംപ്ലീറ്റ് ഇങ്ങനെ ഈ ഫോഗ് അടിച്ചിട്ട് റോഡ് ഇങ്ങനെ മൊത്തത്തിൽ നിൽക്കുമല്ലോ, അതേപോലെ ആയിരുന്നു. പോലീസിന്റെ ബൈക്ക് ഫോണൊക്കെ അടിച്ചു പോകുന്നത് വേണ്ട. ഞാൻ ഊർന്നായി പോകാൻ പോകുന്നത് കേട്ടോ. കോമഡി അല്ലേ. ഊട്ടിയിലും കൊടൈക്കനാലിലും പോലും ഇത്രയും തണുപ്പ് കണ്ടിട്ടില്ല. മൂന്നാറിലൊന്നും ഇതുപോലെ തണുപ്പൊന്നും കണ്ടിട്ടില്ല. ഇതിവിടെ ഭയങ്കര തണുപ്പ്. അപ്പം നമ്മൾ ബോർഡറിലേക്കുള്ള യാത്രയിലാണ്. ബോർഡറിലേക്ക് ഇനിയിപ്പോൾ 43 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. 1 അവർ. മുമ്പിലുള്ള റോഡുകളിൽ കൂടി ഒന്നും കാണുന്നില്ല. അനൂപേട്ടൻ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. തൂങ്ങിന് എന്തൊക്കെയാ ഓടിക്കുന്നത് വല്ല കാണുന്നുണ്ടോ? 2 കണ്ണുകൾ കൊണ്ട് ബൈക്ക് കയറി വന്നോട്ടോ. ചെറിയ റോഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പതുക്കെ പോയാൽ മതി. ഇപ്പൊ റോഡ് 4 വരിയായിരുന്നു, ഇപ്പൊ 2 വരിയായി മാറി. ഇതിനിടയ്ക്ക് വല്ല പശുവോ മനുഷ്യരോ ആരെങ്കിലും ഒക്കെ വന്ന് ചാടിയാൽ പോലും നമുക്ക് മനസ്സിലാവൂല. ഇത് വൻ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് വളരെ പതുക്കെ പോയാൽ മതി. ഏതായാലും ഞങ്ങൾ INB ട്രിപ്പ് പോയ സമയത്തൊന്നും ഞങ്ങൾക്ക് ഇതുപോലെ ഇത്രയും ഫോഗി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടി യാത്ര ചെയ്യേണ്ട ഒരു അവസരമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഈ ഒരു സമയത്ത് നമുക്ക് അത് എന്തായാലും അനുഭവിക്കാൻ സാധിച്ചു. നിങ്ങളുടെ ലണ്ടൻ യാത്രയിൽ ഇങ്ങനെയുള്ള റോഡുകളൊക്കെ ഉണ്ടായിരുന്നോ? ലണ്ടൻ യാത്രയിൽ പിന്നെ ടിബറ്റിലുണ്ടായിരുന്നു. പക്ഷെ ഈയിടെ ഞാൻ ചിറാപുഞ്ചി ആ ഏരിയയിലൊക്കെ പോയപ്പോ ഫുൾ ഇങ്ങനെയായിരുന്നു. ഡ്രൈവ് ചെയ്ത് പോയപ്പോ അടുത്ത കാലത്ത് എല്ലായിടത്തും ഇങ്ങനെയായിരുന്നു. ഇതിലും കട്ടിയുള്ള സാധനങ്ങളായിരുന്നു. ടിബറ്റില് ഭയങ്കരമായിട്ട് ഇതുപോലെ തന്നെ ഫോഗിയായിരുന്നു പല സ്ഥലങ്ങളും. ആണല്ലേ, എന്തായാലും അന്യായ ലുക്കാട്ടോ. 30 കിലോമീറ്റർ 40 കിലോമീറ്റർ സ്പീഡിന് മേലോട്ട് പോലും പോകാൻ പറ്റുന്നില്ല. ഈ ക്യാമറ നോക്കി അടിച്ചാൽ മതി. ക്യാമറയ്ക്കകത്ത് കുറച്ചും കൂടെ ഗ്ലാസ് നേർ കണ്ണുകളും കൊണ്ട് കാണുന്നതിലും കുറച്ചുകൂടെ വ്യക്തമായിട്ട് ക്യാമറയിലൂടെ കാണാതെ എനിക്ക് തോന്നുന്നു. വാവ്, അല്ലാതെ ഇത്രയും തണുപ്പ് നമ്മുടെ ഊട്ടിലും കൊടൈക്കനാലിലും പോലും ഇല്ലല്ലോ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. ഓട്ടോ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടില്ലേ? ഫുഡ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ എല്ലാവരും ലൈറ്റ് ഇട്ടാ വരുന്നത്. ഇപ്പോഴത്തെ സമയം മണി 8 മണിയായി. ഇവിടെ 8 മണിയായപ്പോ ഇവിടെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഈ ഒരു സമയം ഇത് പകല് സമയത്ത് ഇങ്ങനെയൊക്കെ വരുമോ ബൈച്ചാട്ടാ? ഇതിങ്ങനെ അവിടെ എങ്ങനെയായിരുന്നു? ഞാൻ ചിറാപുഞ്ചിയൊക്കെ പോയപ്പോ നട്ടുച്ചക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? അതേപോലെ പോകായിരുന്നു. ഓടിക്കാൻ പറ്റാതെ നിർത്തിയൊക്കെ ഇട്ടു പല തവണയും. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ആരുമില്ല. ഈ ചിറാപുഞ്ചിയിലല്ലേ ഫുൾ ടൈം മഴ പെയ്യുന്ന സ്ഥലം എന്നൊക്കെ പറയും. പക്ഷെ ചിറാപുഞ്ചി അല്ല, ഇപ്പൊ മോശൻറാം പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. നമ്മളോട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്നത് ചിറാപുഞ്ചിയിലാണ്. അതെ അതെ. നമ്മളൊരു ഡ്രൈവർ ചേഞ്ച് നടത്തിയിരിക്കുകയാണ്. ബൈച്ചേട്ടന് പുറകെ ഇരുന്നിട്ട് ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ മുമ്പിൽ വന്നിരുന്നിട്ട് കാണാന്നാണ് പറയുന്നത്. എനിക്കൊന്നും കാണുന്നില്ല ഫ്രണ്ടില്. ഹിമാലയത്തിലൊക്കെ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ള ബൈച്ചേട്ടൻ വണ്ടി ഓടിക്കുന്നത്. അതെ, ഞങ്ങളിപ്പോ ഒരു അരമണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാലാവസ്ഥയുടെ കാര്യത്തിൽ ഒരു മാറ്റങ്ങളും ഇല്ല. ശരിക്കും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ കുറെ കടുക് പാടവും ബാക്കിയുള്ള സ്ഥലങ്ങളും ഭയങ്കര കൃഷി സ്ഥലങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു അടുത്തടുത്ത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് തിരിച്ചു വരുമ്പോൾ വളരെ
ഭംഗിയോടുകൂടി അത് ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു റെയിൽവേ ക്രോസ് ഇപ്പോൾ നമ്മൾ കടന്നു. റെയിൽവേ ക്രോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേരാ ബാബ നാനക് എന്ന് പറഞ്ഞ ഒരു പാസഞ്ചർ ടെർമിനലുണ്ട് ബോർഡറിനടുത്ത്. അവിടേക്ക് പോകുന്നതാണ്. അമൃത്സറിനടുത്തുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് അവിടേക്ക് പാസഞ്ചർ ട്രെയിനുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അമൃത്സറിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടി പിടിച്ച് പോകാം, ഇല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളീ പോകുന്ന ബോർഡറിലേക്ക് അവൈലബിൾ ആണ്. ഏറ്റവും എളുപ്പത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വന്ന പോലെ അമൃത്സറിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഏതെങ്കിലും മാർഗത്തിൽ ഈ ബോർഡറിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. പ്രിഫറബിളി താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അമൃത്സറിലായിരിക്കും. ബോർഡർ ടൗണിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ലഭ്യമല്ല. അപ്പോൾ നമുക്കിനി ഏകദേശം ഒരു 25 കിലോമീറ്റർ കൂടെ ഉണ്ട്. ബൈച്ചേട്ടനാണെങ്കിൽ വിശന്നിരിക്കുകയാണ്. നമ്മൾ ഫ്ലൈറ്റ് വെച്ചൊരു സാൻഡ്വിച്ച് കഴിച്ചത്. ബൈച്ചേട്ടൻ വിശന്ന് ഒന്നാമതേ കണ്ണ് കാണുന്നില്ല. ഇപ്പം വിശന്നപ്പോൾ ഒന്നും കൂടെ കണ്ണ് കാണുന്നില്ല എന്ന് പറയുന്നത്. അതെന്താ വെച്ചാലേ നമ്മള് അവിടെ ചെന്ന് കഴിഞ്ഞ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ടാണ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നതാണ് ബുദ്ധി എന്ന് കരുതുന്നത്. Let's see. हमको भूख लगता है, खाने के लिए कुछ मिलेगा? हाँ आगे मिलेगा. ഓക്കെ, താങ്ക് യു ഭയ്യ, താങ്ക് യു. ഒരിടത്ത് നിർത്തി ചോദിച്ച് ഭക്ഷണം കിട്ടുമോ എന്ന്. അയ്യോ, കുലാന്നാ പറഞ്ഞേ? കുലാഹ എന്നാ പറഞ്ഞത് ആണല്ലേ? നോക്കാം. ഓടി എത്തുന്നില്ല. ശരിക്കും 1 മണിക്കൂറിന് താഴെ മതി നമുക്ക് അമൃത്സറിൽ നിന്ന് എത്താനായിട്ട്, ഇവിടേക്ക് എത്താനായിട്ട്. പക്ഷേ നമ്മൾ ഈ കോട കാരണം നമുക്ക് വളരെ പതുക്കെയാണ് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നത്. നമുക്കൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര രസം. ഒരു 50 മീറ്റർ പോലും വിസിബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്ലേ? ഒരു ആടൊക്കെ ചത്ത് കിടക്കുന്നു. പശുവാണോ? പശുവൊക്കെ ചത്ത് കിടക്കുന്നു റോഡിൽ. അപ്പോൾ നമ്മൾ കർത്താർപൂർ കോറിഡോറിൻ്റെ ഏകദേശം അടുത്തൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇത് ഏതൊരു ഗ്രാമമാണ്. ബോർഡറിനടുത്തെത്തി, പാകിസ്ഥാൻ ബോർഡറിനടുത്തെത്തി. ഒരു ഹോട്ടൽ കണ്ട്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളൊരു ചെറിയൊരു ചായക്കട കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. ഓംലെറ്റെങ്കിലും കിട്ടുമായിരിക്കും, ഒന്നുമില്ല പുഴുങ്ങിയ മുട്ടയെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആഹാ, അടിപൊളി അടിപൊളി. വാ ഭയ്യ, ഖാനാ കുച്ച് മിലേഗാ? ഇത് മുട്ട വെച്ചിട്ട് ഈ 2 മുട്ട വെച്ചിട്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ये क्या करने के लिए अभी? ये तंदूर है. तंदूर. हाँ जी. वो कब मिलेगा? अभी नहीं मिलेगा. अभी नहीं मिलेगा, बाद में मिलेगा. ओके. वो कॉरिडोर इधर है ना? हाँ जी, हाँ जी. ओके. അപ്പോൾ ഇവിടെയാണ് കോറിഡോർ. അപ്പോൾ ഓംലെറ്റ് എങ്കിൽ ഓംലെറ്റ്, എന്തെങ്കിലുമൊക്കെ ആട്ടെ. ഇല്ലേ, പോരെ? ഓംലെറ്റ് പോരെ? നല്ല മണം അടിക്കുന്നുണ്ട് എന്തിൻ്റെയൊക്കെയോ. ഇവിടെ ചൂട് പിടിക്കാനായിട്ട് ഇവര് ഈ അടുപ്പ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അടുപ്പത്ത് വന്ന് നമുക്ക് ഇങ്ങനെ ചൂട് പിടിക്കാം. നമുക്ക് ഓംലെറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓംലെറ്റും ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? അതെ, നല്ല അടിപൊളി വലിയ ഓംലെറ്റ്. ഇത് അവിടെ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പൊളിച്ച് അപ്പുറത്തെ അകത്ത് 2 ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ അടുപ്പേ കൊണ്ട് കൈ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല സുഖമുണ്ട്. എൻ്റെ ക്യാമറ പിടിക്കാൻ എൻ്റെ കൈ വിറയ്ക്കുന്നത് അതുപോലെ തണുപ്പ്. ഓംലെറ്റിനൊക്കെ ഇത്ര സ്വാദുണ്ടെന്ന് എന്നാ മനസ്സിലായി. ഈ തണുത്ത് വിറച്ച് നിൽക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ 2 സാധനമാണ് ഓംലെറ്റും മാഗിയും. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥലത്ത് ഈ സമയത്ത് ഭയങ്കര തണുപ്പാണ്. അതേ സമയത്ത് കുറച്ചൊരു 3-4 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയത്ത് ഈ സ്ഥലത്ത് 50 ഡിഗ്രിക്ക് അടുത്ത് വരെ ചൂട് വരുന്ന സ്ഥലങ്ങളാണ്, അല്ലേ? അതുപോലെ തണുപ്പും ചൂടും എക്സ്ട്രീം ലെവലിൽ പോകും, അല്ലേ? ഓംലെറ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ കോറിഡോറിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ ജസ്റ്റ് 1 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാകിസ്ഥാനിലേക്കുള്ള കവാടം കർത്താർപൂർ കോറിഡോറിലേക്ക് നമ്മൾ എത്തുന്നതാണ്. ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണും? ഗുരുദ്വാര സാഹിബ് നമ്മൾ എങ്ങനെ കാണും? ദൈവമേ, സമയം ഇപ്പം മണി 9:30 കഴിഞ്ഞു. 9:30 മണിയായി. 9:30 ആയിട്ടും ഇവിടെ ഇങ്ങനെയാണ് അവസ്ഥ. ഇത് മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഒരു ഓംലെറ്റിന്റെ ബലത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ മുമ്പിൽ നിന്ന് ലെഫ്റ്റ് പോകണം. ലെഫ്റ്റ് അങ്ങാണ്ടാണ് പോകേണ്ടത്. 24 ഡിഗ്രി സെൽഷ്യസ് നമ്മളിങ്ങനെ വണ്ടിക്കകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ലെഫ്റ്റ് 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 ലെഫ്റ്റ്.
ഇതാണ് കർത്താർപൂർ സാഹിബ് കോറിഡോറിലേക്കുള്ള എൻട്രി. ഷൂട്ട് ചെയ്തോ, പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. പോട്ടെ. യെസ്, ഗുരു നാനക് ദേവ്ജി മാർഗ്, വെൽക്കം ടു കർത്താർപൂർ സാഹിബ് കോറിഡോർ. 1, 2, 3, 4, 4, 4, 8 വരി. അയ്യോ, ഇവിടെ നിന്ന് കോറിഡോർ വരെ അടിപൊളി. കോറിഡോറിലേക്കുള്ള ആ ഒരു റോഡ് നല്ല അടിപൊളിയായിട്ട് കിടക്കനാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ. അതായത് ജീവിതത്തിൽ ആദ്യമായി പാകിസ്ഥാന്റെ ബോർഡറിലേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ 3 യുവാക്കൾ. ഞാനും ബൈച്ചേട്ടനും നമ്മുടെ അനുപേട്ടനും. അടിപൊളി. പാകിസ്ഥാനിൽ നമ്മൾ ഇപ്പം എത്തും. അപ്പോൾ ഇവിടെ കുറച്ച് പഞ്ചാബിൻ്റെ കുറച്ച് പോലീസുകാർ നമുക്ക് ഇവിടെ നമ്മുടെ പെർമിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ജസ്റ്റ് നിങ്ങൾ എവിടെ പോവാണ്, പെർമിറ്റ് ഉണ്ടോ, പാസ്പോർട്ട് ഉണ്ടോ, എല്ലാം കയ്യിലുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു. അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. യെസ്. നമ്മൾ വിചാരിച്ച പോലെ ഭീകരത ഒന്നുമില്ല, ഒരു ഭീകരതയില്ല. ഞാൻ കുറെ വീഡിയോസ് കണ്ടതല്ലേ, ഒരു ഭീകരതയില്ല. നിങ്ങളിപ്പോ പറഞ്ഞു ഭീകരത ഉണ്ടാക്കാതെ, ഒരു ഭീകരതയില്ല. അതെ, ഇവിടെ വീണ്ടും ഒരു ഗേറ്റ്, ഇവിടെ കാണിക്കണോ? അടിപൊളി, കൊള്ളാം. അതേ ഒരു ഗേറ്റ് വീണ്ടും. ഇവിടെ BSF-കാരാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ ഈ സാധനത്തിൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ട് എടുക്കണം. അപ്പോൾ എൻ്റെ പ്രിൻ്റ് ഔട്ട് ഇല്ലായിരുന്നു, ഞാൻ ആക്ച്വലി എടുത്തതാണ്, അത് എവിടെയോ വെച്ച് മിസ്സായിപ്പോയി. അപ്പോൾ അത് കാരണം പ്രിൻ്റ് ഔട്ട് കാണിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കടത്തി വിടുകയുള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ വെച്ചിട്ട് നമ്മുടെ ഫയൽ നമ്പറും പാസ്പോർട്ട് നമ്പറും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വരും. അയാൾക്ക് 20 രൂപ അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബൈച്ചേട്ടന് അപ്പുറത്ത് അവിടെ പാർക്കിങ്ങിലുണ്ട്. നമ്മളിപ്പോൾ പ്രിൻ്റ് ഔട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ എന്തായാലും പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുക, പാകിസ്ഥാനിലേക്ക് ഒന്ന് പോകുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പോകാൻ സാധിക്കുകയില്ല. ജസ്റ്റ് അവിടെ പോയിട്ട് കർത്താർപൂർ കോറിഡോറിലൊന്ന് പോയിട്ട് വരാം. ഒരു 5 കിലോമീറ്റർ ബോർഡർ കടന്ന് പോയിട്ട് വരാം. വിസ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അതല്ലേ നല്ലത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ യാത്രയുടെ എല്ലാ ഒരു ടയർഡ്നെസ്സും എനിക്കിപ്പം മാറി. ഇപ്പോൾ വളരെയധികം ഫ്രഷായി. തണുപ്പാണ് ഫുള്ള്. BSF-ൻ്റെ ചെക്ക് പോസ്റ്റിന് മുമ്പിലാണ് നിൽക്കുന്നത്. പെർമിറ്റ് കാണിച്ചതിന് ശേഷം ഉള്ളിൽ പോയിട്ട് പാകിസ്ഥാൻ്റെ ആ ഒരു ദൃശ്യങ്ങൾ, കർത്താർപൂർ കോറിഡോറിൽ നമ്മുടെ ഗുരുദ്വാര സാഹിബിൻ്റെ ദൃശ്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. ബൈ.